വസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീരും നീലാവിതളായി മകളെ അറിയാവുന്ന കുട്ടി എന്ന് പറഞ്ഞ ദേ ഈ കൈ പിടിച്ച് ഹേമേച്ചി ഹേമേച്ചി എന്ന് പറഞ്ഞ് നടന്നവളാ. നീ അവളെ കെട്ടുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. ചേച്ചി പറയുന്ന കേട്ടാ തോന്നും എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടാണെന്ന്. പിന്നെ അവക്ക് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കൂ? ഏയ്, അതിനു വേണ്ടുന്ന സൗന്ദര്യമൊക്കെ നിനക്കുണ്ട്. സൗന്ദര്യമല്ലേ ചേച്ചി? നിനക്കെന്താ വിദ്യാഭ്യാസം ഇല്ലേ? ജോലിയില്ലേ? മെഡിക്കൽ റെപ്പെന്ന് പറഞ്ഞ അത്ര കുറഞ്ഞ പണിയാ? ഞാനൊരു ആർടി ഓഫീസുകാരനെ കല്യാണം കഴിച്ചില്ലേ? അതല്ലേ ചേച്ചി, അതില് വേറൊരു ഒന്നുമില്ല. നീ ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. നീ മനസ്സുറപ്പിക്ക ജയ, ഇക്കാര്യത്തിൽ ചേച്ചിയുടെ സകല പിന്തുണ നിനക്കുണ്ട്. ദേ, ജീവിതാനുഭവം കൊണ്ടാ ചേച്ചി പറയുന്നത്. എന്റെ മോൻ ചേച്ചി പറയുന്ന അങ്ങ് കേൾക്ക്. നടക്കില്ല സുഭദ്രേ. ഒക്കെ കേട്ടപ്പോ വിഷമം തോന്നി. ഒരു പെൺകുട്ടി ഈ ചെറിയ പ്രായത്തിൽ എരിഞ്ഞു തീരുകയെന്ന് വെച്ചാ, അതുകൊണ്ടാ ചോദിക്കണേ. ഇവിടുന്ന് വിചാരിച്ചാ എന്തെങ്കിലും ഒരു പൂവഴി. നീ എന്തറിഞ്ഞിട്ടാ സുഭദ്രേ ഈ പറയണേ? ഇത് ശാസ്ത്ര. ഇതിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നതല്ലേ എനിക്ക് കഴിയൂ. അല്ലെങ്കിൽ നമ്മുടെ വിധി മറ്റൊന്നാകുമായിരുന്നില്ലേ? ഇതൊന്നും അറിയാതെ തുള്ളിച്ചാടി നടക്കണ ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ആ കുട്ടി മാത്രല്ലല്ലോ സുഭദ്രേ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയല്ലേ? മരണത്തെ ഒപ്പം കൊണ്ടു നടക്കുന്നവരല്ലേ നാമൊക്കെ? ഓരോ ആളുടെ ജന്മത്തിലും ഈശ്വരന് ഓരോ തീരുമാനമുണ്ട്. ഇന്ന വഴികള് ഇന്നടത്ത് അവസാനിക്കണം എന്നൊക്കെ. ആ വഴികളിലൂടെ സഞ്ചരിക്കേ നമുക്ക് നിവൃത്തിയുള്ളൂ. കുറുക്ക് വഴികളിലൂടെ ഈശ്വര നിശ്ചയം മാറ്റാനാവില്ല. മക്കളെ കൊണ്ട് സന്തോഷിക്കാനും വേണം ഒരു യോഗം. നീ പറഞ്ഞത് ശരിയാ. പ്രത്യേകിച്ചും പെൺമക്കളെ കൊണ്ട്. അച്ഛനമ്മമാർക്ക് വേദനയാവാനാ ഇപ്പൊ അവരുടെ ജന്മം.
ഹലോ, എന്താ അജയ വിശേഷിച്ച്? അച്ഛൻ എഴുന്നേറ്റുണ്ട് മാമേ. രാവിലെ ജോഗിങ്ങിന് പോയല്ലോ. എന്നാ ഞാൻ പിന്നെ വിളിച്ചോളാം. ആ ശരി ശരി. കുറുപ്പച്ച ഇതുവരെ എഴുന്നേറ്റിട്ടില്ല വക്കീലത്തെ. എഴുന്നേറ്റില്ലേ? അച്ഛന് എന്തു പറ്റി? പതിവില്ലാതെ എന്റെ ഒരു പുറത്തമ്മേ കാത്തോണേ. കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് വഴുതുന്നത് പോലെ. അല്ല, തറവാടിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ ഒന്നും വിചാരിച്ച് വിഷമിക്കാതെ അച്ഛൻ എഴുന്നേക്ക് വാ. ഓരോന്ന് നേരത്തെ കാലത്ത് ആവണമെന്ന് പറഞ്ഞ കേക്കില്ല. പച്ചവിറകെടുത്ത് അടുപ്പിൽ വെക്കാൻ പറ്റുമോ? അതാ ഭാസ്കരനോട് പറഞ്ഞ മനസ്സിലാവണ്ടേ. അതേ, ആ ഉണങ്ങാൻ വെച്ച മുളകെടുത്ത് പൊടിപ്പിക്കാൻ കൊടുക്കണ്ട മീനാക്ഷി എടുത്തി. ഇപ്പോഴാണ് ഇതൊക്കെ വായിക്കാൻ കണ്ട നേരം. ഇത് വായിച്ചില്ലേലേ സീരിയൽ കണ്ടാ ഒന്നും മനസ്സിലാവത്തില്ല. വീട്ടിൽ ചെന്നിരുന്ന് വായിക്കാന്ന് വെച്ചാ അങ്ങേര് കള്ളും കുടിച്ചോണ്ട് വരും. പിന്നത്തെ കാര്യം പറയുകയും വേണ്ട. ഒരു കണക്കിന് നീയാ ഭാഗ്യവതി. ഭർത്താവ് കളഞ്ഞിട്ട് പോയാൽ എന്താ, സുഖ ജീവിതമല്ലേ. മീനാക്ഷി എടുത്ത് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളാ. അതും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കുവോ? ഇന്നിപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ഒതുക്കാൻ നോക്ക്. അപ്പൂട്ടിയും പിള്ളേരും വന്നാലേ ഇതൊന്നും ആയിരിക്കില്ല തിരക്ക്. അപ്പൂട്ടി കുഞ്ഞിഞ്ഞു വന്നിരുന്നെങ്കില് ഇന്നാ മീനാക്ഷി എടുത്തിയെ ഒരു പുകലേക്കുള്ളത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് കയ്യിൽ എന്തേലും വെച്ച് തന്നേനെയായിരുന്നു. അവിടെ ഇരുന്നിട്ടൊരു മനസമാധാനവും കിട്ടുന്നില്ല തിരുമേനി. മറ്റൊരു വിവാഹത്തിന് മൂന്നനുണ്ണി ധൃതി വയ്ക്കുക. അയാളൊരു അച്ഛനല്ലേ, എനിക്കെങ്ങനെ തടയാനാവും? യുദ്ധരംഗത്ത് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തന്റെ ബുദ്ധി ഇവിടെയും പ്രയോഗിക്കണം. പത്മവ്യൂഹത്തിൽ അകപ്പെട്ടതുപോലെ നിസ്സഹായനാണ് ഞാനിപ്പോ. പതറിയ ബുദ്ധിയിൽ ഒരു വഴിയും തെളിയുന്നില്ല. അപ്പൂട്ടി ഇന്നെത്തുകയും ചെയ്യും. അവൾക്ക് സംശയം തോന്നുന്നൊന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അണയാൻ പോകുന്നതിന് ഊതി അണയ്ക്കുന്ന പോയാവും അത്. മൂന്നനുണ്ണിക്ക് തന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടാവോ? വഴിയില്ല. പക്ഷേ എനിക്കിങ്ങനെ എത്ര നാൾ പിടിച്ചു നിൽക്കാനാവും? എവിടെങ്കിലും ഒന്ന് പാളിയാൽ? താനിത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളയാ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് തന്നെ അങ്ങ് കരുതുക. ഇന്ന് ആ കുട്ടി വരികയല്ലേ, അതിന് കഴിയുന്നത്ര സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക. വാ. ഇതാണ് എന്റെ സ്വപ്നകുടീരം. ബാക്കി കൂടി പറയടി. ഇതാണ് എന്റെ ഇതാണ് എന്റെ കല്ലേലി അങ്കിൾ. അങ്കിളെ, ഇതെല്ലാം എന്റെ ഫ്രണ്ട്സാ. നോക്കി കണ്ടു നിന്നോണം. ഇവളുമാരെല്ലാം പെശക. പേടിക്കണ്ട കേട്ടോ, ഇവളുടെ അത്രയും കുഴപ്പക്കാരല്ല ഞങ്ങള്. അല്ല, എസ്കോട്ടങ്ങൾ വന്നു. എവിടെ നിന്റെ കുറുപ്പച്ചൻ? ദ സ്മാർട്ട് യങ് മാൻ. വെയിറ്റ്, ആളിപ്പൊ വരൂടി. അപ്പോട്ടി എത്തിയെന്നറിഞ്ഞാ കുറുപ്പച്ചൻ ഇരിപ്പുറയ്ക്കോ? ഷാർപ്പ് 10:30 ഞാൻ പറഞ്ഞിരുന്നേ. കൊറേ ലേറ്റ് ആയി. അതിന്റെ പരിഭവത്തിലാവും.
അതൊക്കെ നമുക്ക് തീർത്ത് കളയാം. ഇപ്പൊ വരാട്ടോ അങ്കിളെ. കം കം. അച്ഛാ, ഇതാ എന്റെ വാനരപ്പട. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാരും. കൊഴപ്പില്ല. അതെ, അവരോട് ഇങ്ങനെ അച്ചടി ചോദ്യങ്ങളൊന്നും വേണ്ട. പിണക്ക എന്നോടല്ലേ. ആ, അങ്ങോട്ടൊന്ന് മാറി നിക്കണടി. ഞാനീ വക്കീലിനൊന്ന് തണുപ്പിക്കട്ടെ. ദേ, അവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനല്ലേ. ഇന്നലെ എത്തുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നത്? കുറുപ്പച്ചനോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നാണല്ലോ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ. അത് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ഞാൻ നിന്റെ അച്ഛനല്ലേ. അതിന് ദേ സോറി പറഞ്ഞിരിക്കുന്നു. പ്രായമായ കുട്ടിയാണ് നീ. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ ധന്യയുടെ വീട്ടിലല്ലേ അച്ഛാ, അവിടെ എന്ത് പേടിക്കാനാ? ദേ, ഇവിടെ എല്ലാരും എന്നെ കാണുന്ന പോലെ തന്നെയല്ലേ അവിടെയും. നമ്മളെ പോലെ തന്നെ ആകണമെന്നുണ്ടോ മോളെ എല്ലാവരും? ഓ, ഇത് വക്കീൽ ബുദ്ധി തന്നെ. അതെ, തർക്കിച്ചു നിൽക്കാൻ എനിക്കിപ്പോ സമയമില്ല. പ്ലീസ് അച്ഛാ, ഞാൻ കുറുപ്പച്ചനെ ഒന്ന് കണ്ടിട്ട് വരാം. കുറുപ്പച്ചാ, കുറുപ്പച്ചാ, കുറുപ്പച്ചോ. ദേ, ഇങ്ങനെയാ അപ്പൊട്ടി പിണങ്ങുവേ. എന്റെ കുറുപ്പച്ചനെ കാണാനല്ലേ ഞാൻ ഓടി വന്നത്. അപ്പോഴേക്കും ഒളിച്ചിരിക്കുക. കുറുപ്പച്ചാ, കുറുപ്പച്ചാ, ഇതെവിടെ പോയി? കുറുപ്പച്ചാ, കുറുപ്പച്ചാ, കുറുപ്പച്ചാ. അത് ശരി, മിലിറ്ററി റൂൾസ് തെറ്റിച്ച് അസമയത്ത് ഉറക്കാണല്ലേ. കുറുപ്പച്ചാ, ഒന്ന് എണീറ്റേ. ഇതെന്ത് ഉറക്കാ കുറുപ്പച്ചാ? എന്താ ഉറക്ക ഇത്? എണീറ്റേ. കുറുപ്പച്ച, എന്താ ഇത്? അപ്പൂട്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ. ദേ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറുപ്പച്ചനെ കാണാനല്ലേ അവരൊക്കെ വന്നത്. കുറുപ്പച്ച, ദേ, ഇത് ദേവിക. ഈ കാണുന്ന പോലൊന്നുമല്ല, ആള് കാന്താരിയ. ഇതാണ് നമ്മുടെ മല്ലിക്കൊഴുന്ത്, ധന്യ അലക്സ്. വലിയ പാട്ടുകാരി ആയേ പറ്റൂന്നും പറഞ്ഞ് നടക്ക. ആ, ഇത് രേഷ്മ. പറയട്ടെടി നിന്റെ. ഒരുപാടുണ്ട് കുറുപ്പച്ച ഇവളെ പറ്റി പറയാൻ. പിന്നീട് പറഞ്ഞുതരാട്ടോ. അപ്പൂട്ടിയുടെ ഫ്രണ്ട്സ് അല്ലേ, ആരും തീരെ മോശമാവില്ല. ആ, ഇത് സാക്ഷാൽ രമ്യ. ഇവളാണ് എന്നെ ഒരുപാട് സഹിക്കുന്നത്. പാവം, എന്റെ മുറി കഴിയും വിധിക്കപ്പെട്ടു പോയി. റൂംമേറ്റ് ആണല്ലേ? അതെ, ഇവളുമാർക്കെല്ലാം ഭയങ്കര കുശുമ്പ എന്റെ കുറുപ്പച്ചനോട്. ഗ്ലാമർ ബോയ് എന്ന് എന്റെ കുറുപ്പച്ചനെ വിളിക്കുന്നത്. ഈ വയസ്സുകാലത്തോ? മക്കളെ, കുറുപ്പച്ചന് സന്തോഷമേ ഉള്ളൂ. നിങ്ങളെല്ലാം എന്റെ അപ്പൂട്ടിയെ പോലെ. മോളെ അപ്പൂട്ടി, ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ, എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണ്ടേ? ഇവരെ കൊണ്ടുപോയി റൂമൊന്ന് കാണിച്ചുകൂടാ. മക്കളെല്ലാം പോയി ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ കുറുപ്പച്ച, വാ വാ. അതെ, ഇനി നിങ്ങൾ മുറി ചെന്ന് ഫ്രഷ് ആവുകയോ എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്ക് ഒരാളെ സ്വകാര്യമായിട്ടൊന്ന് കാണണം. എനിക്ക് മനസ്സിലായിടി, സുധാമയല്ലേ. ഞങ്ങൾ പോയേക്കാം, വടി. അവള് ചെന്ന് സുധാമയുടെ അടുത്തിരുന്ന് സെന്റിമെന്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് വരട്ടെ. ഓക്കേ.
എന്റെ പൊന്നുമോൾ അപ്പൂട്ടി. അമ്മയ്ക്ക് ഇത്ര നേരമായിട്ടും എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഒരു യുഗം കണ്ടില്ലെന്ന് തോന്നല സുധാമയ്ക്ക്. ദേ ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാ ഈ കണ്ട ജോലിയൊന്നും ഒറ്റയ്ക്ക് ചെയ്യരുതെന്ന്. ഇവിടെ വേറെയും പണിക്കാരുണ്ടല്ലോ. അപ്പൂട്ടി പറയുന്നത്ര ജോലിയൊന്നും എനിക്കില്ല. അങ്ങനല്ലേ പറയൂ. ഒരു പരാതിയും പറയാത്ത ആളല്ലേ. എന്നാലും എനിക്ക് പറയാതെ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മയല്ലേ. ആ അവനെവിടെ സുധാമേ? സച്ചി. ആ അവന്റെ കാര്യം മോൾക്കറിയില്ലേ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്നാ എന്നോട് അവൻ പറഞ്ഞത്. ആഹാ അങ്ങനെ പറഞ്ഞോ? അവനെ കൊണ്ട് ഞാൻ പൊന്നിരിക്കിച്ചേക്കാം. എന്റെ കാശുതാപങ്ങളെ തരാടോ. ഞാനിതങ്ങ് അകത്തോട്ട് വെക്കട്ടെ. അല്ല ഇതാരെ കേമക്കുഞ്ഞാ? ഒരുപാടങ്ങ് മോശപ്പെട്ടു പോയല്ല. ആ പലണിതാ ഞാൻ പിടിച്ചോളാം. എനിക്ക് സഹായം ഒന്നും വേണ്ട. ഇവിടം വരെ കൊണ്ടുവരാൻ അറിയാങ്കിലേ അകത്തോട്ട് വെക്കാനും എനിക്കറിയാം. അയ്യടാ കാര്യസാധ്യത്തിനാണേ പരണി. അച്ചച്ചാ, അച്ചച്ചന് ഇഷ്ടപ്പെട്ട കണ്ണിമാങ്ങ അച്ചാറ് ഹേമമോള് കൊണ്ടുവന്നു. അച്ചച്ചാ, ആഹാ അപ്പുട്ടിയുടെ കൂട്ടുകാരികളാ? അതെ. ആ കണ്ടപ്പോഴേ തോന്നി. എന്നെ അറിയോ? ഞാനീ തറവാട്ടില് തന്നെയാ. അപ്പൂട്ടിയുടെ അമ്മാവന്റെ മോളെ. എന്റെ അപ്പൂട്ടി മോള് വന്നെന്നറിഞ്ഞിട്ടാ ഹേമേച്ചി മോക്ക് ഇഷ്ടമുള്ള അച്ചാരം കൊണ്ട് വന്നത്. കണ്ണിമാങ്ങയാ. അയ്യോ എന്തു പറ്റി? കണ്ണിന്റെ അവിടെയൊക്കെ കറുത്തു പോയല്ലോ. ഓ ഇതെന്റെ അച്ഛന്റെ കൊച്ചുമോളാന്ന് ആരെങ്കിലും പറയുവോ? ഹേമേച്ചി ഞാൻ വന്നതേ ഉള്ളൂ. ഒന്ന് ഫ്രഷ് ആവട്ടെ. പോയി നല്ല സുന്ദരി കുട്ടിയായിട്ട് വാ. അയ്യോ ഓട്ടോ. എന്റെ ദൈവമേ, ഓട്ടോക്കാരന്റെ കാശ് കൊടുക്കാൻ മറന്നുപോയി.